കണ്ട ഇത് കണ്ട ഈ തല ഇതിങ്ങനെ ഇതാ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ആ ഇത് മീൻ, ഇത് നമ്മൾ സാധാരണ മീൻ പൊരിച്ചിട്ടാന്ന് തോന്നുന്നേ. എന്നാ ഇത് പൊരിക്കാണ്ടല്ലടാ, ഇത് പച്ചല്ല, പിന്നെ ഇത് പുഴുങ്ങി. ഇല്ല ഇത് പൂച്ചൊന്നും പോലെ അല്ല ഉള്ളത്, ഇത് പച്ച. അതെ, ഇന്ന് ഒരു ഫുഡിന്റെ വീഡിയോ ആണേ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ലേ. മുമ്പൊക്കെ എല്ലാവരും കഴിക്കുന്ന സാധനം. മീൻ വാങ്ങിയാല് മീനിന്റെ തല വേറെ തന്നെ എടുത്തിട്ട് ഇതേപോലെ കഴിക്കും. അപ്പൊ മുമ്പ് എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു അയില മേടിച്ചിട്ട് വീട്ടിൽ കണ്ടു. ഒരയില എല്ലാവരും 3 അയില. അപ്പൊ ഞാൻ ഉമ്മാണ്ട് പറഞ്ഞേ, ഉമ്മ അത് എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് വെച്ചാൽ. പൊതുവേ എനിക്ക് വേറെ മീനിന്റെ തലയൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അയിലേന്റെ തല തിന്നും. അപ്പൊ എനിക്കൊരു ഓർമ്മ, മുമ്പ് ഇങ്ങനെ ഉമ്മ ഉണ്ടാക്കി തന്നിന്. അപ്പൊ ഉമ്മ പറഞ്ഞ ആക്കാ, പക്ഷെ അതിന് കാന്താരിയും വേണം. നീ കാന്താരി പോയി നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ആകെ 4 കാന്താരി കിട്ടീന്. എവിടെയും കാന്താരി കാണുന്നില്ല. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എങ്ങനെയും ഒരു 4 കാന്താരി ഒപ്പിച്ചതാണ്. ഇനി ഈ കാന്താരി ഇല്ലേ, ഈ മീനിന്റെ ഈ തലേന്റെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. ഇത് എങ്ങനെ ഇങ്ങനെ പുഴുങ്ങി ഉണ്ടാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ മീൻ കട്ട് ചെയ്യുമ്പോൾ ഈ തല ഇങ്ങനെ ഈ ഒരു ലെവലിൽ നമ്മൾ എന്താക്കണം, മുറിച്ചിട്ട് എടുക്കണം. എന്നിട്ട് ഇത് ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടുപ്പത്ത് ഇതേപോലെ വേവിക്കാൻ വേണ്ടി വെക്കുക. നല്ലപോലെ വെന്ത് ഇതായിട്ടാകുമ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാവും. ഈ ഒരു പരുവത്തിൽ നമ്മൾ അയച്ചെടുക്കുക. ഇനി എന്താ വേണ്ടത് അറിയോ, ഈ വെള്ളമില്ലേ ഇതിങ്ങനെ കുടിച്ചു നോക്കുക. അടിപൊളിയാണേ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഈ തല ഇങ്ങനെ തിന്നണം. നമ്മൾ സാധാരണ തല തിന്നുമ്പോൾ തന്നെ, കറിയിലെ തലയിൽ തിന്നയില്ലേ അതുപോലെ തന്നെ, പക്ഷെ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റ് എടുക്കും. അടിപൊളിയാ. അപ്പോൾ ഈ മീനിൻ്റെ അയിലേൻ്റെ 2 തലയാണ്. അപ്പം ഇതുപോലെ മുമ്പ് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഉമ്മയോ ഉമ്മമ്മയോ ഇതുപോലെ ആക്കി കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഇന്നത്തെ കാലത്ത് ആരും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്നില്ല, മുമ്പത്തെ അവരെ കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയണം. ഇതൊക്കെ ഒരു വേറെ തന്നെ ഒരു വൈബ് ടേസ്റ്റാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ മന്തിക്കും അതിനൊന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എന്ത് ചെയ്യാം, നമ്മൾ ഈ പൂവ് ഇങ്ങനെ വരിടാം, അങ്ങനെ ചവക്കാം. ഞവച്ചതിന് ശേഷം പിന്നെ ഈ കച്ചറ എടുത്ത് കളയുക. അത് ബുദ്ധിങ്ങാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.